ഏകദേശം ഒരു മാസത്തിനിപ്പുറം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില ഉയർന്നതിൽ നേട്ടമുണ്ടാക്കിയത് റഷ്യയെന്ന് റിപ്പോർട്ട്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിച്ചത് റഷ്യയ്ക്ക് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തിൽ മാത്രം റഷ്യയുടെ എണ്ണ വരുമാനം $9 ബില്യൺ ആയി ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചത് ഇത് ഇരട്ടിയാണ്. 2024 ഏപ്രിൽ ഇത് $4.9 ബില്യൺ ആയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $90 മുകളിലെത്തിയത് കാരണം റഷ്യൻ എണ്ണയ്ക്ക് കൂടുതൽ വില ലഭിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമോ എന്ന ആശങ്കയിൽ ലോകമെമ്പാടും എണ്ണവില ഉയർന്നിരുന്നു. ഇതോടെ റഷ്യൻ എണ്ണയ്ക്ക് ആവശ്യക്കാരുള്ള ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉയർന്ന വിലയ്ക്കാണ് റഷ്യ ഇപ്പോൾ എണ്ണ വിൽക്കുന്നത്. നേരത്തെ വില കുറച്ചാണ് വിറ്റതെങ്കിൽ ഇപ്പോൾ വില കൂട്ടിയാണ് റഷ്യ, ഇന്ത്യ അടക്കം എണ്ണ വിൽക്കുന്നത്. വെടിനിർത്തലിനെ തുടർന്ന് ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചെങ്കിലും ലെബനൻ ആക്രമണം സംബന്ധിച്ച തർക്കം കാരണം മേഖലയിൽ ഇപ്പോഴും അസ്ഥിരത തുടരുകയാണ്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതും സംഘർഷം തുടർന്നാൽ എണ്ണവില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധത്തിന്റെ അലകൾ നീങ്ങുന്നതോടെ പശ്ചിമേഷ്യയിൽ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് വിദഗ്ധർ. അതേസമയം ചൈന ഇറാന് നൽകുന്ന സാമ്പത്തിക പിന്തുണ പരിമിതപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു. ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര സഖ്യകക്ഷികളിൽ ഒന്നായി തുടരുമ്പോഴും ഗൾഫിലെ ചൈനീസ് മൂലധനത്തിന്റെ ഭീമമായ സാന്നിധ്യമാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പിന്തുണ ഇറാനിൽ നിന്ന് തെന്നിമാറിയിരിക്കുന്നതിന് പിന്നിൽ. കോവിഡ് വ്യാപനത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ ചൈന നിക്ഷേപം വർദ്ധിപ്പിച്ചു. കോവിഡിനെ തുടർന്നുള്ള കാലത്ത് ഗൾഫ് മേഖലയിലെ നിക്ഷേപകർ എണ്ണ വിപണിക്കുപരിയായി ഗ്രീൻ ടെക്നോളജിയിലേക്കും ടൂറിസത്തിലേക്കും വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മാന്ദ്യത്താൽ വലഞ്ഞിരുന്ന തങ്ങൾക്ക് അനുയോജ്യമായ മേഖലയിലേക്ക് ചൈനീസ് കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാംബിയ, ശ്രീലങ്ക പോലുള്ള വികസ്വര രാജ്യങ്ങൾ കടബാധിതയിലായതിനാൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങൾ ചൈനയ്ക്ക് ആകർഷകമായ ഓപ്ഷനായി മാറി. ഈ തന്ത്രം സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ ചൈനീസ് നിക്ഷേപത്തിന്റെയും നിർമ്മാണത്തിന്റെയും വളർച്ച ഏറ്റവും വേഗതയേറിയതാക്കി. ഷീയുടെ പ്രധാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പ്രധാന ഗുണഭോക്താവായി പശ്ചിമേഷ്യയെ മാറ്റി. ഈ മേഖലയിൽ ഒരു ധനകാര്യ കേന്ദ്രമെന്ന നിലയിൽ ചൈന US-നെ മറികടക്കുന്നു. 2014-നും 2023-നുമിടയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് US വായ്പയായി നൽകിയ ഓരോ ഡോളറിനും ചൈന ഏകദേശം $2.34 നൽകിയത്. അതായത് US നൽകിയതിന്റെ ഇരട്ടിയിലധികം ധനസഹായമാണ് ചൈന അനുവദിച്ചത്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ ചൈന മിഡിൽ ഈസ്റ്റിൽ ഏകദേശം $270 ബില്യൺ നിക്ഷേപിക്കുകയും നിർമ്മാണ പ്രോജക്ടുകൾ പൂർത്തിയാക്കുകയും ചെയ്തതായി അമേരിക്കൻ ഇന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചൈന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ട്രാക്കർ വ്യക്തമാക്കുന്നു. ഇറാന് പുറത്തുനിന്ന് ചൈനീസ് തൊഴിലാളികൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ യുദ്ധമേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവയുടെ റിപ്പോർട്ട് പ്രകാരം സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 3,70,000 ചൈനീസ് പൗരന്മാർ UAE മാത്രം വിന്യസിക്കപ്പെട്ടിരുന്നു. 1000-ലധികം പേരെ പശ്ചിമേഷ്യയിൽ നിന്ന് ഇതിനകം ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരും അവിടെ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങളും സൗദി അറേബ്യയും ഇറാനുമായി ചൈനയുടെ സമാധാന സ്ഥാപനവും പ്രധാന സംഭവമായി. ഇത് ഷിയുടെ ഈ മേഖലയിലെ വളരുന്ന സ്വാധീനത്തിന്റെ സൂചനയായി വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. അതിനുശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉയർന്നപ്പോൾ ചൈന വിട്ടുനിൽക്കുന്നതായി കാണപ്പെട്ടു. 2023 ഒക്ടോബറിലെ ഇസ്രയേലിനെതിരെയുള്ള ഹമാസ് ആക്രമണവും ഇതിനെ തുടർന്നുണ്ടായ സംഘർഷവർദ്ധനയും ചൈനയുടെ സ്വാധീനത്തിന്റെ പരിമിതികൾ വെളിപ്പെടുത്തി. ശാന്തതയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളിൽ ചൈന ഒതുങ്ങി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇഷ്ടപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സാഹചര്യം മാറുമ്പോൾ ചൈനയ്ക്ക് ദീർഘകാലത്തേക്ക് അവസരങ്ങൾ ഉണ്ടാകാം. അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടി അമേരിക്കയുടെ മേലുള്ള വിശ്വാസ്യതയെ ബാധിച്ചു. ഇത് യുദ്ധാനന്തരം ചൈനയ്ക്ക് കൂടുതൽ വലിയ സാമ്പത്തിക പങ്ക് വഹിക്കാൻ അവസരം നൽകുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്നതിനുള്ള ചില പേയ്മെന്റുകൾ ചൈനീസ് കറൻസിയായ യുവാനിൽ സ്വീകരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത് ചൈനീസ് കറൻസിക്ക് ഉത്തേജനം നൽകുന്നു. യുദ്ധം അവസാനിക്കുന്നതോടെ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.